നമസ്കാരം. എല്ലാ NTV പ്രേക്ഷകർക്കും നിങ്ങളുടെ ഇന്ന് എന്ന പ്രോഗ്രാമിലേക്ക് സുസ്വാഗതം. ഇന്ന് 2025 മെയ് മാസം 10-ാം തീയതി 1200-ാം ആണ്ട് മേടമാസം 27-ാം തീയതി ശനിയാഴ്ച. ഇന്നത്തെ നക്ഷത്രം വന്നിരിക്കുന്നത് ചിത്തിര നക്ഷത്രമാണ്. ചിത്തിര വളരെ ദോഷ നക്ഷത്രമല്ല. പക്ഷേ ഇന്നത്തെ ദിവസം ശനിയാഴ്ചയാണ്. ശനിയെ ഭയക്കണം. ശനി എപ്പോഴും മന്ദതയുണ്ടാക്കും. അപ്പോൾ ഓരോ കാര്യത്തിന് നിന്ന് ഇറങ്ങുന്നവരും വളരെ സൂക്ഷിച്ച് വേണം പോവാൻ. ഒരു കാര്യവും ഈസി ആയിട്ട് നടക്കുമെന്നുള്ള പ്രതീക്ഷയിൽ പോവരുത്. എല്ലാ കാര്യത്തിനും മന്ദീഭാവം ഉണ്ടാവും. അപ്പോൾ മന്ദത വന്നു ചേരും. അലസതയും മന്ദതയും ഉണ്ടാക്കുന്ന സമയമാണ് ഇന്നത്തെ ദിവസം. അതേപോലെ തന്നെ നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ടത് മേടമാസത്തിലെ ചിത്തിര നക്ഷത്രം ബർത്ത്ഡേ ആയിട്ട് വന്നിട്ടുള്ളവരുടെ കാര്യമാണ്. ഒരു വർഷത്തെ ഫലത്തെയാണ് നമുക്ക് ചിന്തിക്കേണ്ടത്. വാർഷിക ഫലത്തെ ചിന്തിക്കുമ്പോൾ പലതരത്തിലുള്ള വിഷമാവസ്ഥകൾ ഉണ്ടാകുന്ന ഒരു വർഷക്കാലമാണ്. അപ്പോൾ നമ്മൾ വളരെ സൂക്ഷിക്കണം. ഓരോ കാര്യങ്ങൾക്ക് തടസ്സം ഉണ്ടാവും. കാര്യങ്ങളൊന്നും അത്ര വേഗത്തിൽ നടക്കത്തില്ല. അതുപോലെ ശാരീരിക പ്രശ്നങ്ങളുണ്ടാവും. ശത്രുക്കളുടെ എണ്ണം കൂടും. അപകട സാധ്യതകൾ ഉണ്ടാവാം. രോഗാതി ദുരിതങ്ങൾ വർദ്ധിക്കും. ഇങ്ങനെ പലതരത്തിലുള്ള നെഗറ്റീവ് ഫലങ്ങൾ തരാനിടയുള്ള ഒരു വർഷമാണ് നിങ്ങൾക്കെന്ന് അറിയുക. അതുകൊണ്ട് എന്ത് ചെയ്യണം? നമുക്ക് ഇതിൻ്റെ ദോഷത്തെ കാഠിന്യം കുറച്ച് കൊണ്ടുപോയേ പറ്റുള്ളൂ. കാഠിന്യം കുറയ്ക്കാനായിട്ട് ശനീശ്വരനെ തന്നെ പ്രീതിപ്പെടുത്തണം. ശാസ്താവിന് ശനിയാഴ്ച ദിവസങ്ങളിൽ നീരാഞ്ജനം കത്തിക്കണം. ശനി വ്രതത്തോടു കൂടിയിരിക്കണം. അതുപോലെ സൂര്യഭഗവാനെ പ്രാർത്ഥിക്കണം. ശനീശ്വര യന്ത്രം ധന ആകർഷണ യന്ത്രവുമായി ചേർത്ത് രാഗരക്ഷ കെട്ടണം. അതായത് ശനിയുടെ തടസ്സവും വരരുത്, സാമ്പത്തിക പുരോഗതിയും വരണം, ഐശ്വര്യം വരണം. അതുപോലെ തന്നെ നമുക്കിന്ന് ഓരോ കാര്യത്തിന് നല്ല ദിവസമല്ല എങ്കിലും ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോഴും രാഹുകാലത്തിന് വളരെ പ്രാധാന്യം കൊടുക്കണം. ഇന്ന് 9 മണി മുതൽ 10:30 മണി വരെ എന്ന് രാഹുകാല സമയം രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും 9:15 തൊട്ട് രാഹുകാലം ആരംഭിക്കും. 10:45 വരെ രാഹുകാല സമയമുണ്ട്. രാഹുകാല സമയത്ത് യാത്ര ചെയ്യാതിരിക്കുക. അതായത് ആദ്യമായിട്ട് വീട്ടിൽ നിന്ന് ഈ സമയത്ത് ഇറങ്ങാതിരിക്കുക. ഒന്ന് നേരത്തെയോ അല്ലെങ്കിൽ അതിന് ശേഷമോ ഇറങ്ങുക. അതേപോലെ തന്നെ രാഹുകാല സമയം നമുക്ക് നോക്കി യാത്ര ചെയ്യണം. അതുപോലെ തന്നെ ഒരു കാര്യത്തിനും എടുക്കാൻ പറ്റാത്ത 2 സമയങ്ങളാണ് ഗുളിക കാല സമയവും യമകണ്ഠ കാല സമയവും. അതിൽ ഗുളിക കാല സമയം വരുന്നത് 6:08 തൊട്ട് 7:41 വരെയും യമകണ്ഠ കാല സമയം വരുന്നത് 1:54 തൊട്ട് 3:27 വരെയും. ഈ 2 സമയങ്ങളും ഒരു ശുഭകാര്യങ്ങൾക്കും നല്ലതല്ല. ശുഭകാര്യങ്ങൾക്കൊന്നും തന്നെ ഈ സമയം അത്ര ശോഭനമല്ല. അതുപോലെ നമുക്കിന്ന് ചില കാര്യങ്ങൾ ചെയ്തേ തീരുള്ളൂ എന്ന അവസ്ഥ വന്നാൽ അഭിജിത്ത് മുഹൂർത്തം നമുക്ക് തിരഞ്ഞെടുക്കാം. 11:57 തൊട്ട് 12:45 വരെയാണ് അഭിജിത്ത് മുഹൂർത്ത സമയം. ഇതിലൊരു 4 മിനിറ്റ് ഇടയ്ക്ക് പോയി കഴിഞ്ഞാൽ 44 മിനിറ്റും നമുക്ക് ശുഭകാര്യം, ഒരു പോസിറ്റീവ് എനർജി കൂടുതലായി നിൽക്കുന്ന സമയമാണ് ഈ സമയം. അപ്പോൾ ചില കാര്യങ്ങൾ ചെയ്തേ തീരുള്ളെങ്കിൽ ഈ സമയം തിരഞ്ഞെടുക്കുക. അതുപോലെ ഇന്ന് ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോഴും നമ്മളെ വസ്ത്രധാരണത്തിന് പ്രാധാന്യം കൊടുക്കണം. വസ്ത്രധാരണത്തിന് പ്രാധാന്യം കൊടുക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ കറുത്ത വസ്ത്രമോ നീല വസ്ത്രമോ വസ്ത്രധാരണത്തിൽ ഉൾപ്പെടുത്തുക. കാരണം ഇത് ഭാഗ്യദായകമായ അവസ്ഥയ്ക്ക് ഇടവരുത്തും. അതുപോലെ ഇന്നത്തെ ദിവസം നല്ലതല്ല എന്ന് ഞാൻ പറഞ്ഞുവെങ്കിലും ശനീശ്വരൻ്റെ അനുഗ്രഹത്താൽ എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.